എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഇനി വരുന്ന PSCയുടെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. 2025 ബുക്കർ പ്രൈസ് നേടിയ നോവൽ ഫ്ലഷ് എന്ന നോവലാണ് 2025 ബുക്കർ പ്രൈസ് നേടിയ നോവൽ. ഇതിൻ്റെ രചന നിർവഹിച്ചത് ഡേവിഡ് സലായി ആണ്. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഹംഗേറിയൻ ബ്രിട്ടീഷ് എഴുത്തുകാരനാണ് ഡേവിഡ് സലായി. ലണ്ടനിൽ നടന്ന ചടങ്ങിൽ വെച്ച് 2024 ബുക്കർ പ്രൈസ് ജേതാവായ സാമന്ത ഹാർവിയിൽ നിന്നാണ് അദ്ദേഹം ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ISRO മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായി വിക്ഷേപിക്കുന്ന വനിതാ ഹ്യൂമനോയിഡ് റോബോട്ട് വ്യോമമിത്ര. ISRO മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഗഗൻയാൻ ദൗത്യത്തിന് മുന്നോടിയായി വിക്ഷേപിക്കുന്ന വനിതാ ഹ്യൂമനോയിഡ് റോബോട്ടാണ് വ്യോമമിത്ര. സംസ്കൃത വാക്കുകളായ വ്യോമ ബഹിരാകാശം എന്നർത്ഥം വരുന്ന വ്യോമയും മിത്ര കൂട്ടുകാരൻ എന്നർത്ഥം വരുന്ന മിത്ര എന്നിവ ചേർത്താണ് വ്യോമമിത്ര എന്ന പേര് നൽകിയിരിക്കുന്നത്. രാജ്യാന്തര വനിതാ 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ദീപ്തി ശർമ്മയാണ് രാജ്യാന്തര വനിതാ 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്കായി 100 വിക്കറ്റുകൾ തികയ്ക്കുന്ന ആദ്യ ക്രിക്കറ്റ് താരം ദീപ്തി ശർമ്മയാണ്. അർജുൻ അവാർഡ് ജേതാവായ ഇവർ ഉത്തർപ്രദേശ് സ്വദേശിനിയാണ്. സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം പൂർണ്ണമായി നിർത്തലാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഡെൻമാർക്കാണ്. സർക്കാർ തപാൽ സംവിധാനത്തിലൂടെയുള്ള കത്തുകളുടെ വിതരണം പൂർണ്ണമായി നിർത്തലാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം. പൂർണ്ണമായും ഡിജിറ്റൽ ആശയവിനിമയ സംവിധാനങ്ങളിലേക്ക് രാജ്യം മാറിയതാണ് ഇതിന് കാരണം. ഗോവയിൽ പുതുതായി പ്രഖ്യാപിച്ച 3ാമത്തെ ജില്ല കുശാവതി ജില്ലയാണ് ഗോവയിൽ പുതുതായി പ്രഖ്യാപിച്ച 3ാമത്തെ ജില്ല. സൗത്ത് ഗോവ ജില്ല വിഭജിച്ചാണ് 2025 ഡിസംബർ 31 ഗോവയുടെ 3ാമത്തെ ജില്ലയായി കുശാവതി രൂപീകരിച്ചത്. ദർബന്തോര, ക്യൂബം, സാഗേം, കാനകോണ എന്നീ 4 താലൂക്കുകൾ ചേർന്നതാണ് പുതിയ ജില്ല. ഇതിൻ്റെ ആസ്ഥാനം ക്യൂബമാണ്. US നഗരമായ ന്യൂയോർക്കിലെ മേയറായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ സൊഹ്റാൻ മംദാനിയാണ് US നഗരമായ ന്യൂയോർക്കിലെ മേയറായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ. ന്യൂയോർക്ക് നഗരത്തിൻ്റെ 112ാമത് മേയറാണ് സൊഹ്റാൻ മംദാനി. പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര സംവിധായക മീര നായരുടെയും ഇന്ത്യൻ വംശജനായ ഉഗാണ്ടൻ അക്കാദമിഷ്യൻ മഹ്മൂദ് മംദാനിയുടെയും മകനാണ് ഇദ്ദേഹം. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 101ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപ്രേരണാ സ്ഥൽ രാജ്യത്തിനായി സമർപ്പിച്ചത് എവിടെയാണ്? ലക്നൗ. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 101ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപ്രേരണാ സ്ഥൽ രാജ്യത്തിനായി സമർപ്പിച്ചത്. അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥം നിർമ്മിച്ച രാഷ്ട്രപ്രേരണാ സ്ഥൽ ഉത്തർപ്രദേശിലെ ലക്നൌവിലുള്ള വസന്ത കുഞ്ചിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്. ജസ്റ്റിസ് സൗമൻ സെൻ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്നതിന് തൊട്ടുമുമ്പ് കൊൽക്കത്ത ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജിയായിരുന്നു. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ജനപങ്കാളിത്തത്തോടെ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ വൈബ് ഫോർ വെൽനസ് എന്ന ക്യാമ്പയിനാണ് ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ജനപങ്കാളിത്തത്തോടെ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ. ഇതിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് അവരുടെ ബോഡി മാസ് ഇൻഡെക്സ്, ജീവിതശൈലി രോഗസാധ്യതകൾ എന്നിവ സ്വയം പരിശോധിക്കാൻ വൈബ് ഫോർ വെൽനസ് എന്ന പേരിൽ ഡിജിറ്റൽ ഹെൽത്ത് ആപ്പും വെബ് പോർട്ടലും സജ്ജമാക്കിയിട്ടുണ്ട്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെടുകയും അതിനെ തുടർന്ന് MLA സ്ഥാനം നഷ്ടമാകുകയും ചെയ്ത ആദ്യ വ്യക്തി ആന്റണി രാജു ആണ്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെടുകയും അതിനെ തുടർന്ന് MLA സ്ഥാനം നഷ്ടമാകുകയും ചെയ്ത ആദ്യത്തെ വ്യക്തി. കൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിന്റെ ഡയറക്ടർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി ശ്രീകുമാർ ജി പിള്ളയാണ് കൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിന്റെ ഡയറക്ടർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി.
തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ് ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇന്ത്യയുടെ ആണവോർജ വകുപ്പിന് കീഴിലുള്ള പ്രധാന ഗവേഷണ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. തിരുവിതാംകൂറിന്റെ ചരിത്രവും പൈതൃകവും വിശദമായി രേഖപ്പെടുത്തുന്ന ആദ്യ ഡിജിറ്റൽ മ്യൂസിയം നിലവിൽ വരുന്നത് കനകക്കുന്ന് കൊട്ടാരം. തിരുവനന്തപുരത്തെ കനകക്കുന്ന് കൊട്ടാരത്തിലാണ് തിരുവിതാംകൂറിന്റെ ചരിത്രവും പൈതൃകവും വിശദമായി രേഖപ്പെടുത്തുന്ന ആദ്യ ഡിജിറ്റൽ മ്യൂസിയം നിലവിൽ വരുന്നത്. കനകക്കുന്ന് കൊട്ടാരം നിർമ്മിച്ചത് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്താണ്. സംസ്ഥാനത്തെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തത് ഒറ്റപ്പാലം. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് സംസ്ഥാനത്ത് ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തത്. ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക റാമ്പുകൾ, ടോയ്ലറ്റുകൾ, പ്രത്യേക പരിശീലന ഉപകരണങ്ങൾ എന്നിവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര നഗരസഭ ശ്രീകണ്ഠപുരം. കണ്ണൂരിലെ ശ്രീകണ്ഠപുരം നഗരസഭയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര നഗരസഭ. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി, ഡിജിറ്റൽ ഫാമിലി കോർട്ട് ആരംഭിച്ചത് ശാസ്താംകോട്ട. കൊല്ലത്ത് ശാസ്താംകോട്ടയിലാണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി ആരംഭിച്ചത്. കക്ഷികൾക്ക് കോടതിയിൽ നേരിട്ട് ഹാജരാകാതെ ഓൺലൈനായി വീഡിയോ കോൺഫറൻസിംഗ് വഴി കേസ് നടപടികളിൽ പങ്കെടുക്കാൻ ഈ സംവിധാനം സഹായിക്കുന്നു. സ്പൈസസ് ബോർഡ് തങ്ങളുടെ ഔദ്യോഗിക സുഗന്ധന വ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ പുതിയതായി ഉൾപ്പെടുത്തിയ ഇനം ഉലുവയില, ഫെനുഗ്രീക്ക് ലീവ്സ്, കസൂരി മേഥി എന്നെല്ലാം അറിയപ്പെടുന്ന ഉലുവയിലയാണ് സ്പൈസസ് ബോർഡ് തങ്ങളുടെ ഔദ്യോഗിക സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ പുതിയതായി ഉൾപ്പെടുത്തിയ ഇനം. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കൊച്ചി ആസ്ഥാനമായുള്ള സ്ഥാപനമാണ് സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യ. ഉലുവയില ചേർത്തതോടെ സ്പൈസസ് ബോർഡിന്റെ ഔദ്യോഗിക പട്ടികയിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ എണ്ണം 53 ഉയർന്നു. റെയിൽ പാളങ്ങൾക്കിടയിൽ നീക്കം ചെയ്യാവുന്ന തരത്തിലുള്ള സോളാർ പാനൽ സംവിധാനം, റിമൂവബിൾ അല്ലെങ്കിൽ പോർട്ടബിൾ സോളാർ പാനൽ സിസ്റ്റം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് വാരാണസി. ഉത്തർപ്രദേശിലെ വാരാണസിയിലാണ് റെയിൽ പാളങ്ങൾക്കിടയിൽ നീക്കം ചെയ്യാവുന്ന തരത്തിലുള്ള സോളാർ പാനൽ സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത്. ഈ സംവിധാനം ട്രെയിൻ ഗതാഗതത്തെ ബാധിക്കാത്ത രീതിയിൽ പാളങ്ങൾക്കിടയിൽ എളുപ്പത്തിൽ ഘടിപ്പിക്കാനും മാറ്റാനും കഴിയുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ പുനരുപയോഗ ഊർജ്ജ ലക്ഷ്യങ്ങളുടെ ഭാഗമായാണ് വാരാണസിയിൽ ഈ പൈലറ്റ് പ്രൊജക്ട് ആരംഭിച്ചത്. പൊതുമേഖലയിലെ ഇന്റർനെറ്റ് സേവനദാതാക്കളായ കെ ഫോണിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം ഏതാണ്? ഫിബോ. ഫിബോ എന്ന കടുവയാണ് പൊതുമേഖലയിലെ ഇന്റർനെറ്റ് സേവനദാതാക്കളായ കെ ഫോണിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം. ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് കെ ഫോൺ. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിലേക്ക് യോഗ്യത നേടുന്ന ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള കരീബിയൻ ദ്വീപ് രാഷ്ട്രം ക്യൂറസാവോ. ക്യൂറസാവോ എന്ന കരീബിയൻ ദ്വീപ് രാഷ്ട്രമാണ് 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിലേക്ക് യോഗ്യത നേടുന്ന ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള കരീബിയൻ ദ്വീപ് രാഷ്ട്രം. കരീബിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ക്യൂറസാവോ നെതർലാൻഡ്സ് രാജ്യത്തിന്റെ ഭാഗമായുള്ള ഒരു സ്വയംഭരണ ദ്വീപ് രാഷ്ട്രമാണ്. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ കോൺകാകാഫ് മേഖലയിൽ നിന്നാണ് ഇവർ യോഗ്യത നേടിയത്. കേരളത്തിലടക്കം വലിയ ചർച്ചയായ പശ്ചിമഘട്ട റിപ്പോർട്ട് സമർപ്പിക്കുകയും 2026 ജനുവരിയിൽ അന്തരിക്കുകയും ചെയ്ത പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ. പ്രൊഫസർ മാധവ് ഗാഡ്ഗിലാണ് കേരളത്തിലടക്കം വലിയ ചർച്ചയായ പശ്ചിമഘട്ട റിപ്പോർട്ട് സമർപ്പിക്കുകയും 2026 ജനുവരിയിൽ അന്തരിക്കുകയും ചെയ്ത പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ അധ്യക്ഷനായി രൂപീകരിച്ച സമിതിയാണ് വെസ്റ്റേൺ ഘട്ട്സ് ഇക്കോളജി എക്സ്പേർട്ട് പാനൽ WGEEP 2011. ഇന്ത്യയിലെ പ്രശസ്തനായ ഇക്കോളജിസ്റ്റായിരുന്ന ഇദ്ദേഹം പത്മശ്രീ, പത്മഭൂഷൺ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.